ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സമയം 5 മണിയാകാറായി. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അരി കഴുകി ഇടണം, കാപ്പി ഇടണം. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോവയ്ക്ക അരിഞ്ഞതിലോട്ട് സവാളയും പച്ചമുളകും അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ചേർത്ത് എണ്ണ ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കോവയ്ക്ക നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ദോശയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശയിലേക്ക് അല്പം ഉപ്പിട്ട് ഇളക്കിയെടുക്കാം. കോവയ്ക്ക അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. സാമ്പാർ ഇന്നലെ രാത്രി വെച്ചിട്ടുണ്ട്. ചായയും കൂടെ ഇടാം. ചായ തിളച്ചു. നമുക്കിനി കോവയ്ക്ക ഒന്ന് ഇളക്കി കൊടുക്കാം. കോവയ്ക്കൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഒന്നുകൂടെ മൂത്ത് വരണം. ചായയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. മീൻ വറക്കാനിട്ടു. പായലയൊക്കെ മസാല പുരട്ടി കഴിഞ്ഞ ദിവസം വെച്ചിരുന്നതാണ്. അതൊക്കെ ഒന്ന് പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്.
ഹസ്ബൻഡിന് 7 മണിയാകുമ്പം പോകണം. ഹസ്ബൻഡിനുള്ള ദോശയും സാമ്പാറുമാണ് എടുക്കുന്നത്. മക്കൾക്ക് പിന്നെ പോയാൽ മതി. നമ്മൾ സമ്മതി തയ്യാറാക്കാനൊക്കെ ഉണ്ട്. തേങ്ങ, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അല്പം മുളക് പൊടി, ഉപ്പ്, അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അരയ്ക്കുന്നില്ല. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. നാരങ്ങാനീര് നമുക്ക് ചേർക്കാം. ഇപ്പം എൻ്റെ നാരങ്ങാനീരില്ലായിരുന്നു. പച്ചമുളക് അരിഞ്ഞിടാം വേണ്ടിയവർക്ക്. അടിപൊളി ടേസ്റ്റുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. ചോറൊക്കെ ഊറ്റി എടുത്തിട്ടാണെന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് ചോറ് വിളമ്പാം. ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ചമ്മന്തി, മീൻ വറുത്തതും വെച്ച് കൊടുക്കാം. ഇതിലേക്ക് പിന്നെ നെല്ലിക്ക അച്ചാറുണ്ട്, കാന്താരി അച്ചാറുണ്ട്, കാന്താരി ഉപ്പിലിട്ടത്, അതുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇത്രയേ ഉള്ളൂ. രാവിലത്തെ വീഡിയോ. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും സാമ്പാറും, ഉച്ചയ്ക്കത്തെ ലഞ്ച് കോവയ്ക്ക മെഴുക്കുവരട്ടി, മീൻ പൊരിച്ചതും ചമ്മന്തിയുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. ഓക്കെ, താങ്ക് യു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.